പോം അച്ഛാ കഴുത്തിൽ എന്ത് പറ്റി? കഴുത്തിൽ എന്ത് പറ്റി? കഴുത്തലോ? പോം അച്ഛാ കഴുത്തിൽ എന്ത് പറ്റി? കഴുത്തിൽ എന്ത് പറ്റി? കഴുത്തലോ? അത് ലിപ്സ്റ്റിക്കാ. പോം പോ. വരട്ടെ. ആ ഇറങ്ങട്ടെ. ആ നാ. പോട്ടെ. ആ ചെയ്തു. ഉം? നീ എവിടെ പോയെന്നാ പറഞ്ഞേ? ദൃശ്യയുടെ അവിടെ എന്ത് പറ്റി? ഒന്നുമില്ല. പോട്ടെ. സത്യം പറഞ്ഞ ആദ്യം കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ആർക്ക്? നിനക്കാ ടെൻഷൻ? നീ പറ. എന്നിട്ടുണ്ടല്ലോ ചേട്ടൻ എനിക്കിങ്ങനെ അടുത്തേക്ക് വന്നിട്ടേ ആ കല്യാണ പെണ്ണ് എത്തിയോ? ഒന്നും മീനിങ് ഉണ്ടല്ലോ. ഓടിയോടുന്നു. രതീഷേട്ടൻ സീനാണോ മോളെ? വിഷയവാ ഒന്നുകൂടെ ഒന്ന് സെറ്റാക്കി എടുക്കാണ്ടടി. ഞങ്ങളൊന്ന് എൻജോയ് ചെയ്ത് അങ്ങ് വരുമായിരുന്നു. അപ്പോഴാണ് പണ്ടാറ് എക്സാം എന്ന് പറഞ്ഞ ഇവിടുന്ന് കോളും വന്നു. ഹാ ഇനി എക്സാം ഒക്കെ ഒന്ന് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്കൊന്ന് പൊളിക്കാൻ. നല്ലതാ. ഇവിടുന്ന് കയറി വന്നേ ആ ഫ്ലോ അങ്ങ് പോയി. നീ ഇവിടെ എങ്ങനെ വന്നിരിക്കും? കഥ തുടങ്ങിയിട്ടുള്ളൂ. ഞാനില്ല, നിങ്ങൾ കണ്ടില്ലേ? ഞാൻ ഫ്രഷ് ആവട്ടെ. എന്നിട്ടുണ്ടല്ലോ അതെ ഞാൻ ഫുള്ളൊന്നും പറയില്ല കേട്ടോ. അതെന്ത് പരിപാടിയാ? ആ എനിക്ക് ഇത്രയൊക്കെ നീ പറയാം. ഇങ്ങനെ ആക്രാന്തം കാണിക്കല ശാസിയെ. അവള് കഥ പറയും, നീ പറ. എന്നിട്ടുണ്ടല്ലോ ചേട്ടൻ എനിക്കിങ്ങനെ അടുത്തേക്ക് വന്നിട്ടില്ലേ, എനിക്കിങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് കഴുത്തിൽ കുറെ ഉമ്മ വന്ന്. അയ്യോ എനിക്ക് എന്തോപോലെ ഇപ്പോൾ എടി ഭയങ്കര വെയിലായിരുന്നടി. അതെനിക്ക് എന്നെ പറഞ്ഞാലോ എന്നറിയില്ല. എന്നിട്ട് ഏട്ടൻ എന്നിങ്ങനെ കെട്ടിപ്പിടിച്ച് ഞാനും ഏട്ടനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ കണ്ണടച്ച് ഒന്നിങ്ങ് വന്നേ.
ഈ ഗ്യാസ് കുറ്റി ഒന്ന് വീട്ടിൽ കൊണ്ട് വെച്ചോടാ. ഇത് ഞാൻ നിന്റെ വീട് വരെ പറ്റില്ല. എന്താടാ ഞാനിത് വലിച്ചിട്ട് അനങ്ങുന്ന പോലില്ല, അതുകൊണ്ടല്ലേ. പ്ലീസ്. നീ എന്താ ഗ്യാസ് ആരോട് പറയാഞ്ഞേ? എന്താടാ പിന്നെ നീ എന്ത് ക്രൂരനാടാ, നിനക്കൊന്ന് ഹെൽപ്പ് ചെയ്തൂടെ? നിന്നെ എപ്പോൾ കണ്ടാലും എനിക്ക് ഇതാണല്ലോ അവസ്ഥ. എടാ വെയിറ്റ് ഒന്നുമില്ലടാ, പെട്ടെന്ന് തീരും, ഭാരമില്ല. ഹായ് എടോ ഒന്ന് ഹെൽപ്പ് ചെയ്യാവോ? ഇത് കൊണ്ടുവച്ചിട്ടാണ് ഞങ്ങൾക്ക് എന്തെങ്കിലും കുക്ക് ചെയ്യാനായിട്ട്. കുക്ക് ചെയ്യാൻ പ്ലീസ്. നീ പറഞ്ഞോണ്ടല്ല, എന്റെ ഫ്രണ്ട് പറഞ്ഞോണ്ടാ. അല്ലെങ്കിൽ എനിക്കറിയാം അബിൻ സഹായിക്കുമെന്ന്. പിടിക്ക്. ഏറ്റൊന്നുമില്ലല്ലോ. അല്ലെങ്കിലും അബിൻ ഇങ്ങനെയൊക്കെ തന്നെയാ, ഭയങ്കര ഹെൽപ്പിംഗ് മെന്റാലിറ്റിയാ. നാട്ടുകാർക്ക് അത്ര വലിയ പിടി ഇല്ലെങ്കിലും സീനില്ല, ഇടക്കൊക്കെ ഇങ്ങനെ ഹെൽപ്പിനൊക്കെ വിളിച്ചു തന്നെ വരും കേട്ടോ. അല്ലടാ നീ എന്റെ ഫിഷ് ടാങ്ക് കണ്ടില്ലേ? ആ അത് പൊട്ടിയ സമയത്ത് ഇവനാ വന്നത്. ഓ വേറെ ആരും വിളിച്ചിട്ട് വന്നില്ല, പക്ഷെ ഇവൻ ഓടി വന്നു. സഹായിക്കാൻ മനസ്സുള്ള ഒരുത്തനാ. എടാ ഞാൻ നിനക്കേ മാഗി ഉണ്ടാക്കി തരാം. മാഗി കഴിക്കില്ലേ? കാര്യം കുറച്ച് തല്ലിപ്പൊളിയാണെങ്കിൽ ഇങ്ങനെയുള്ള സാധനത്തിനെ കുറിച്ച് വരും കേട്ടോ. ഞാൻ നിനക്ക് മാഗി ഉണ്ടാക്കി തരാം. ഇതാര് ഫിറ്റ് ചെയ്യും? നീ കൊണ്ടുവരണമെന്ന് പറഞ്ഞു, കൊണ്ടുവന്നു. നീ കത്തിക്കാതിരിക്കേ, എനിക്കറിയണ്ട. ബൈ. എടാ അബിനെ എനിക്ക് അറിയാത്തോണ്ടല്ലടാ, ഒന്ന് ഫിറ്റ് ചെയ്താടാ. എടോ അവൾക്ക് അറിയാത്തോണ്ടല്ലേ ഒന്ന് ഫിറ്റ് ചെയ്തതാ. തനിക്കറിയോ? എനിക്കറിയത്തില്ല, എനിക്ക് പേടിയാ. ഓഹോ. കത്തിച്ചിട്ടുണ്ട്. ഓ അബിനില്ലായിരുന്നെങ്കിലോ? മതി. എടോ താങ്ക്സ്. ശരി ബൈ. ആ ഡാ ഇത് ഗീതു. ഇവളെ എൻ്റെ കൂടെ ഒരു കോഴ്സ് ചെയ്യുന്നുണ്ട്. ഇവള് കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവും. ഹായ്. എബിൻ, ക്ലാസ്സും കോഴ്സൊക്കെ കഴിഞ്ഞു. കഷ്ടാലത്തുള്ള നൈബറാ. ഇടയ്ക്ക് അമ്മിക്കല്ല് പൊക്കാനും ഗ്യാസ് കുറ്റി പൊക്കാനൊക്കെ വിളിക്കും. ബൈ ദെൻ. ആ ബൈ. എനിക്കൊരു കാര്യം പറയണ്ട്. എടാ എനിക്കൊരു കാര്യം പറയണ്ടെന്ന്. ആ പറയടാ. എനിക്കൊരു കാര്യം പറയണ്ടെന്ന്. ആരോടാ? എന്നോടാന്നോ അവനോടാന്നോ? മച്ചാനെ രണ്ടുപേരോടാ പറയുന്നേ, ഒന്ന് ശ്രദ്ധിക്ക്. നീ പറയടാ. മച്ചാനെ നീ പറഞ്ഞോ, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. നീ അതേ തൊലിഞ്ഞ സാമാനം ഇട്ട് എനിക്ക് നിർത്ത്. തൊലിഞ്ഞ സാമാനോ? മച്ചാനെ സ്പാനർ തപ്പിയതാ. സീരിയസ് ആണെന്ന് പറഞ്ഞില്ലേ, നീങ്ങി വാ പറടാ, എന്തോ നിന്റെ പ്രശ്നം? മച്ചാനെ അവൾക്ക് വേറെ ആരും ഉണ്ട് മച്ചാനെ. അവളോ? ഏതവള്? നീ ഇതാരെ കുറിച്ചായി പറയുന്നത്? ഗീതുവിനെ കുറിച്ചോ? വേറെ ഏത് പെണ്ണാണ് എനിക്കുള്ളത്? എടാ കാര്യത്തിലാണോ? പോടാ. അവളോ? നിങ്ങൾക്ക് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ? എനിക്കിപ്പോഴും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല മച്ചാനെ. രാവിലെ അവൾ കാണാൻ വിളിച്ചിട്ട് ഞാൻ ചെന്നതാ. ചെന്ന് കണ്ടൊരു ചായയൊക്കെ കുടിച്ച് ഒരു സിഗൊക്കെ വലിച്ചിങ്ങനെ നിൽക്കുകയായിരുന്നു. അവൾക്ക് ഹോസ്റ്റലിൽ പോകണമെന്ന് പറഞ്ഞ് അവളെ കൊണ്ടുവിടാൻ നേരത്താ അവളുടെ കഴുത്തിലൊരു പാട്. പാടോ? അത് വല്ല ആട്ടാമ്പുഴ ആട്ടിയായിരിക്കും. എൻ്റെ പൊന്ന് കലേശ, കോമഡി മൂഞ്ചാൻ പറ്റിയ സിറ്റുവേഷൻ അല്ല. നീ പറ. എനിക്കറിയത്തില്ല മച്ചാനെ. കഴുത്തിൻ്റെ ഈ സൈഡിലായിട്ടൊരു
ലവ് ബൈറ്റ് പോലെ കട്ടിക്ക്. ലവ് ബൈറ്റ് അതെന്തുവാ? എടാ അത് ഈ ഉമ്മയൊക്കെ വെക്കുമ്പോൾ ആ എന്നിട്ട് നീ ചോദിച്ചില്ലേ? ഞാൻ ചോദിച്ചു മച്ചാനെ, പക്ഷെ അവള് ലിപ്സ്റ്റിക്കാന്ന് പറഞ്ഞ് നൈസായിട്ട്. പക്ഷെ എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല മച്ചാനെ. അവള്